കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്നും വീണ് പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്ന ഉമാ തോമസിന്റെ തലയുടെയും നട്ടലിന്റെയും പരിക്കിന്റെ ചികിത്സയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മക്കളെ തിരിച്ചറിഞ്ഞ ഉമാ തോമസ് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചു. ശ്വാസകോശത്തിന്റെ അവസ്ഥ സാരമായി തന്നെ തുടരുകയാണെങ്കിലും ശ്വാസകോശത്തിലെ മുറിവിൽ നേരത്തെ കുറവ് രേഖപ്പെടുത്തിയതടക്കം ആശാവഹമായ പുരോഗതിയാണ് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ രേഖപ്പെടുത്തുന്നത്. തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. ഇപ്പോൾ ആന്റിബയോട്ടിക്കുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ആൻഡ് പേഷ്യന്റ് ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ. ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി 24 മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായിട്ട്. തലച്ചോറിന്റെ ആരോഗ്യവും ബോധാവസ്ഥയും അളക്കുന്നതിന്റെ ഭാഗമായി രാവിലെ 7 മണിയോടെ സെഡേഷന്റെ അളവ് കുറച്ചു. ഈ സമയം മക്കളെ തിരിച്ചറിഞ്ഞു, കണ്ണുകൾ തുറന്നു, ചിരിക്കാൻ ശ്രമിച്ചു. മകൻ വിഷ്ണുവിന്റെ കൈകൾ മുറുകെ പിടിക്കാനും ശ്രമിച്ചു. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പം ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈ മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ മുറുക്കെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്കെ ട്രൈ ചെയ്തു. രോഗി മരുന്നുകളോടും ചികിത്സയോടും പ്രതികരിക്കുന്നുണ്ട്. വാരിയെല്ലുകളുടെ ഒടിവുകളും അവ മൂലം ശ്വാസകോശത്തിനുണ്ടായ ക്ഷതവും ചതവും കുറച്ചു നാളുകൾ നീണ്ടു നിൽക്കുന്ന തീവ്ര പരിചരണ ചികിത്സയിലൂടെ മാത്രമേ ഭേദപ്പെടുകയുള്ളൂ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമാ തോമസ് എംഎൽഎയെ സന്ദർശിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.